എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതീവ ഭക്തിയോടുകൂടി തന്നെ പങ്കെടുക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം ഇതൊരു വെളിവാക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഈ വെളിവാക്കപ്പെട്ട അത്ഭുതകരമായി ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, ഇപ്പം അസുഖം ബാധിച്ച് നിൽക്കുന്നവരാണെങ്കിൽ, ഇല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ, ശത്രുതയിൽ നിൽക്കുന്നവരാണെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ജപ്തിയുടെ ഇതിൽ നിൽക്കുന്നവരാണെങ്കിൽ, സാമ്പത്തികപരമായ തകർച്ചയിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ജോലി കിട്ടാത്തവർ, അത്തരം ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ മുഴുവനായിട്ട് പങ്കെടുക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഭക്തിയോടെ തന്നെ പങ്കെടുക്കാം. മറ്റൊരു കാര്യം, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അടുത്തൊരു കാര്യം, നിങ്ങളുടെ ആവശ്യം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയോടുകൂടെ കമൻ്റായിട്ട് ഇടുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുപാട് എന്ത് നടന്നു കഴിഞ്ഞാലും അതിനൊന്ന് ശ്രദ്ധ നിങ്ങൾ വെക്കരുത്. മുഴുവനായിട്ട് നിങ്ങൾ പങ്കെടുക്കാം. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. സർവ്വസ്ത്രനായ പിതാവേ, ഞങ്ങളുടെ തമ്പൂരിസാണമേ, ഞങ്ങളുടെ രാജ്യഭരണമേ, തിരുവോണ സുസ്രോത്തിലെ പ്രഭുവിലുമാണമേ, അന്നു വേണ്ടി ആഹാരം നൽകുന്നവരുമേ, തെറ്റിയെന്നുകൊണ്ട് ഞാൻ ക്ഷയിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളുടെ വിഷയപ്രം തിരുത്തിന്മേ നിരീക്ഷണ പറഞ്ഞാൽ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്, തിരുത്തോണമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാണ്. പരിശുദ്ധ പറഞ്ഞ തമ്പുരാൻ്റെ മേപ്പുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് തമ്പുരാനോട് വിഷണേ മുദ്രമിസ്ഥാനമായ സ്തുതി അതിലെ പലപ്പോഴും നയിക്കാമേൻ. കൃപാസന മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അവർ ഏത് തരത്തിലുള്ള ഞെരുക്കത്തിലൂടെ പോകുന്നവരാണെങ്കിലും, ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരാണെങ്കിലും, സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടാണെങ്കിലും, അസുഖം ബാധിച്ച് നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും, മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തി നിൽക്കുന്ന സാഹചര്യമാണെങ്കിലും, ഒരുപാട് ശത്രുക്കൾ ചുറ്റുപാട് നിൽക്കുന്ന അതിനടക്കി നിൽക്കുന്നൊരു സാഹചര്യമാണെങ്കിലും, ജപ്തിയുടെ വക്കിൽ നിൽക്കുന്നവരാണെങ്കിലും, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം പൈശാചികമായ കാരണങ്ങളാൽ ഒരുപക്ഷെ അവരിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അമ്മേ മാതാവേ, ആ പൈശാചിക ബന്ധനം ആ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് ആ ഒരു ബന്ധനം എടുത്തു മാറ്റണം. ഏത് തരത്തിലുള്ള പൈശാചിക രീതിയിൽ അവർ പൈശാചിക ബന്ധനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതെല്ലാം പൊട്ടിച്ചെറിയണം. കൃപാസന മാതാവേ, അമ്മയുടെ കരുതലും ഇടപെടലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നു. അമ്മ തീർച്ചയായിട്ടും നടത്തും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം കൃപാസന മാതാവ് ഇപ്പോൾ എടുത്ത് നീക്കാൻ പോവുകയാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ദൈവഭക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകാം. മറ്റൊരു കാര്യം കൂടി, കൃപാസന മാതാവ് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തകർന്നു പോയി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, നേരത്തെ തകർന്നു പോയി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ സാഹചര്യത്തിൽ ആരെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അവരോട് നിങ്ങൾ നന്ദി പറയാം. ആരായിരുന്നെങ്കിലും അങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം, നിങ്ങൾ എവിടെയെങ്കിലും വഴിയിലായിപ്പോയൊരു അവസ്ഥയിലും നിങ്ങൾ സഹായിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രി പോയ സമയത്ത് സഹായിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പണിയെടുക്കുന്ന സമയത്ത് സഹായിച്ച ഒരാൾ, അത്തരം ആൾക്കാരെ നിങ്ങൾ ഓർക്കുക, എന്നിട്ട് നന്ദി പറയാം. തീർച്ചയായിട്ടും ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപാസന മാതാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന ഒരുപാട് അനുഭവങ്ങളും അനുഗ്രഹങ്ങളുമാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾ നമുക്ക് നന്ദി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോഴും അങ്ങോട്ട് ചോദിക്കുന്നത് മാത്രമല്ല, നമ്മളിങ്ങോട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിലും, കൃപാസന മാതാവിന് കൂടുതൽ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ നന്ദിയും കൂടി പറയണം. അപ്പം തീർച്ചയായിട്ടും നന്ദി പറയാം. എന്നിട്ട് പറയാം, കൃപാസന മാതാവേ, എൻ്റെ പ്രശ്നം, ഞാനിപ്പോൾ കടന്നു പോകുന്ന പ്രശ്നം ഇതാണ്, അതിലമ്മയുടെ ഇടപെടലുണ്ടാകണമേ. നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം. കൃപാസന മാതാവേ, ഇവരുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അമ്മ എടുത്തു നീക്കണമേ. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നവുമല്ലാതെ അമ്മയുടെ ഇടപെടൽ കൊണ്ടെല്ലാം തേടി മറിക്കണമേ. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ എന്തെല്ലാം രീതിയിലുള്ള പൈശാചികപരമായിട്ടുള്ള ചുറ്റുപാടും ഉണ്ടാവുകയാണെങ്കിലും അതിൽ നിന്നെല്ലാം അവരെ
വിടുവിക്കണമേ. കൃപാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഈ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. തീർച്ചയായിട്ടും കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ്. ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നതാണ്. തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. നിങ്ങളുടെ ആവശ്യം കൃപാസന മാതാവ് നടത്തി തരുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുകയും വേണം. കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.